ഇറാൻ അമേരിക്ക രണ്ടാം വട്ട സമാധാന ചർച്ച ഈ മാസം 29-30 തീയതികളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ചർച്ചയിൽ ഉന്നത നേതാക്കൾ പങ്കെടുക്കില്ല. നയതന്ത്ര പ്രതിനിധികളായിരിക്കും ചർച്ചയിൽ ഉണ്ടാകുക എന്നാണ് റൂബിയോ അറിയിച്ചത്. അന്തിമ കരാറിൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് എഗെയിൻ. ഈ ചർച്ച അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക മധു? ഉന്മേഷ്, രണ്ടാം ഘട്ട ചർച്ച അത് സാങ്കേതിക തല ചർച്ചകളായിരിക്കും നടക്കുന്നത്. ഈ മാസം 30-ന് അത് ആരംഭിക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പുകളായിരിക്കും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക. അതായത് അതിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ ആണവോർജം, ഉപരോധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ വിദഗ്ധർ ഉൾപ്പെടും. ഇതുപോലെ യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി അവിടുത്തെ വിദഗ്ധരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ആണവ നിരീക്ഷണ സംഘത്തെ എത്രയും വേഗം ഇറാനിൽ പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കണമെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇറാൻ നൽകിയ ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നു. ആ വാക്ക് പാലിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കയെന്നും അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, ഈ ചർച്ചകളിൽ ഗൾഫ് സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്ക് യാതൊരുവിധ കോട്ടവും വരുത്തില്ലെന്ന് മാർക്കോ റൂബിയോ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുഎസ് നൽകുന്ന സുരക്ഷാ ഉറപ്പുകളിൽ ആർക്കും ഒരു സംശയവും വേണ്ടെന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളോട് മാർക്കോ റൂബിയോ പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനാണ് ഈ സന്ദർശനം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഗൾഫ് സഖ്യകക്ഷികളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടായിരിക്കും ഈ മേഖലയിലെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതെന്നും മാർക്കോ റൂബിയോ ഇന്ന് പ്രധാനമായിട്ടും കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരോടാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് അവർക്ക് വലിയ ആശങ്കയാണ് ഇറാന്റെ മിസൈൽ പ്രോഗ്രാം. ഈ വിഷയങ്ങളിലും ഗൾഫ് രാജ്യങ്ങളെ പങ്കാളികളായിട്ട് ചർച്ചയിൽ കൊണ്ടുപോകുമെന്നാണ് മാർക്കോ റൂബിയോ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പ്രവിത, ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.